ലോകത്തിലെ ഇതര സ്ഥാപനങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകളും നിയമങ്ങളും നിറഞ്ഞൊരു സ്ഥാപനമാണ് കെഎസ്ആർടിസി. കെഎസ്ആർടിസിയിലെ ഒരു പ്രത്യേകതര നിയമമാണ് 16 ഫിസിക്കൽ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ആ മാസം ചെയ്ത തുകയുടെ ശമ്പളം എഴുതുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ ആ മാസം 10 ഡ്യൂട്ടിയെ ചെയ്തുള്ളൂ എങ്കിലും ശമ്പളം എഴുതുകയില്ല. ഇനി 15 ഡ്യൂട്ടിയെ ചെയ്തുള്ളെങ്കിലും ആ 15 ഡ്യൂട്ടിയുടെ പൈസ ഇവന് ലഭിക്കട്ടെ എന്ന് വിചാരിക്കുകയില്ല. 16 ഡ്യൂട്ടി ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ശമ്പളം എഴുതൂ എന്നുള്ളതാണ്. ഒട്ടനവധി ജീവനക്കാർ, ഇപ്പൊ നമ്മൾ തന്നെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട്, ഒരുപാട് ജീവനക്കാർ അതിഭീകരമായ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഹൃദ്രോഗബാധിതരായ ഏകദേശം 2000-ഓളം ആളുകൾ തന്നെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി. അങ്ങനെ ഹൃദ്രോഗബാധിതരും ക്യാൻസർ ബാധിതരും അതുപോലെയുള്ള വലിയ അസുഖങ്ങൾ, പിന്നീട് ചെറിയ ചെറിയ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഡ്രൈവർമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസുഖം, മുട്ടിന് തേയ്മാനം, നട്ടലിന് വേദന, ഇങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളാൽ ബാധിതരായിട്ടിരിക്കുന്ന ആളുകളാണ് കെഎസ്ആർടിസിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാർ. അപ്പൊ ഇങ്ങനെ ഈ അമിതമായ ജോലി ചെയ്ത് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ, ശാരീരികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ജീവനക്കാർക്ക് പിന്നെ അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ അവധി എടുക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ ഇവരുടെ ലീവ് കയറ്റിയിടുക, ആ ലീവ് കയറ്റിയിട്ടിട്ടാണ് നമുക്ക് സാധാരണ ഹാഫ് ലീവ് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അത് കയറ്റിയിട്ടിട്ട് നമുക്ക് ശമ്പളം എഴുതാം. ഇനി വേണ്ട, അവൻ ചെയ്ത ജോലിയുടെ ശമ്പളം കൊടുക്കാവുന്നതാണ്. ഇപ്പൊ 16 ഡ്യൂട്ടിയില്ല, 15 ഡ്യൂട്ടിയേ ഉള്ളതെങ്കിൽ ശമ്പളം എഴുതില്ല. പകരം ഈ ശമ്പളം എന്ന് കിട്ടും? ഈ 15 ഡ്യൂട്ടിയുടെ കാശ് ഈ അർഹതപ്പെട്ടതാണല്ലോ. അത്തരത്തിൽ 5 കൊല്ലമായിട്ട് 1 രൂപ പോലും കിട്ടാതെയാണ് ജീവനക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ 5 കൊല്ലം മുമ്പുള്ള ഈ 16 ഡ്യൂട്ടിയുടെ പിന്നീട് അരിയറായിട്ട് തരും എന്ന് പറഞ്ഞ തുക നാളിതുവരെയും ലഭിച്ചിട്ടില്ല. കെഎസ്ആർടിസി പോലൊരു സ്ഥാപനത്തെ സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുമ്പോൾ 16 ഡ്യൂട്ടി വേണം എന്ന് തീരുമാനിച്ചത് കെഎസ്ആർടിസിയിലെ അംഗീകൃത സംഘടനകളാണ്. അതുതന്നെയാണ് മുൻ MD ബിജു പ്രഭാകർ പറഞ്ഞത്, എന്നെ എല്ലാ കാര്യത്തിലും പിന്തുണച്ചിട്ടുള്ളത് ഈ സംഘടനാ നേതൃത്വങ്ങളാണ്, അംഗീകൃത സംഘടനകൾ ഞാനുമായിട്ട് വളരെ ലോകത്തിലാണ് പോകുന്നത്. ഈ കരിനിയമം കൊണ്ടുവന്നത് മിസ്റ്റർ ബിജു പ്രഭാകറാണ്. ബിജു പ്രഭാകർ ഈ കരിനിയമം കൊണ്ടുവന്നു. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ അംഗീകൃത യൂണിയനുകളെ കുറ്റം പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പറയുന്നതാണ് എന്ന് അംഗീകൃത യൂണിയന്റെ അനുഭാവികൾ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷെ അതിന്റെ വാസ്തവം നിങ്ങൾ തിരിച്ചറിയണം. 16 ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ശമ്പളം കൊടുക്കുന്നുള്ളൂ എന്നുള്ളതും 190 ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇൻക്രിമെന്റ് എഴുതുകയുള്ളൂ എന്നുള്ള വിവരവും ശമ്പള പരിഷ്കരണ കരാറിൽ മാനേജ്മെന്റ് എഴുതി ചേർത്തപ്പോൾ കണ്ണുമടച്ച് അതിനകത്ത് ഒപ്പിടുകയാണോ ചെയ്തത് എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം. ഇപ്പം CI2 നേതൃത്വം നൽകുന്ന അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഈ കഴിഞ്ഞ കടുംവെട്ട് സമ്മേളനം അവരുടെ, അതായത് മാനേജ്മെന്റും അംഗീകൃത ട്രേഡ് യൂണിയനുകളുമായി ചേർന്ന് നടത്തുന്ന ചീഫ് ഓഫീസ് തല അവസാന മന്ത്രി കോൺഫറൻസിന് ശേഷം അവരൊരു സർക്കുലർ ഇറക്കുകയുണ്ടായി. ഈ കാര്യത്തിൽ 190 ഡ്യൂട്ടി എന്നുള്ളത് 190 ഡ്യൂട്ടി ചെയ്യുന്ന മുറയ്ക്കെങ്കിലും ഇൻക്രിമെന്റ് എഴുതണം എന്നുള്ള ഒരു രീതിയിലേക്ക് പറഞ്ഞു. ഇവർ തന്നെ ഒപ്പിട്ട് കൊടുത്ത ശമ്പള പരിഷ്കരണ കരാറിൽ അത് എഴുതി ചേർത്തിട്ട് അംഗീകരിച്ച് നിയമമാക്കി മാറ്റിയതിനു ശേഷം ഇവർ തന്നെ പുറത്തു വന്ന് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഞങ്ങളുടെ തന്നെ സംഘടനയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലീവ് എടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി. അപ്പൊ അവർ കൃത്യമായ വിവരങ്ങൾ പറഞ്ഞിട്ട് പോലും ആ ശമ്പളം എഴുതി കൊടുക്കുവാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരാളുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി ചെയ്തത് പോട്ടെ, ഇപ്പൊ ഒരു ശമ്പളം എഴുതി കൊടുക്കണ്ട, അപ്പൊ ഇതുവരെ ചെയ്ത ആ മാസം ചെയ്ത ഡ്യൂട്ടിയുടെ കാശെങ്കിലും കൊടുക്കുവാൻ തയ്യാറ്. കെഎസ്ആർടിസിയെ സംബന്ധിച്ച് ജോലി എടുത്താൽ മാത്രമേ ശമ്പളമുള്ളൂ. മറ്റു സർക്കാർ ജോലി പോലെ ഒപ്പിട്ടിട്ട് ശമ്പളം മേടിക്കുന്ന ആൾക്കാരുടെ ധാരണ സർവീസ് വണ്ടി പോയാൽ മാത്രമേ അറ്റൻഡൻസ് എഴുതുകയുള്ളൂ. അങ്ങനെ അറ്റൻഡൻസ് രജിസ്റ്റർ പോലും ഇല്ലാത്തൊരു സ്ഥാപനമാണെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 16 ഡ്യൂട്ടിയുടെ കാര്യം, ഈ 190 ഡ്യൂട്ടിയുടെ ഇൻക്രിമെന്റിന്റെ കാര്യവും മാനേജ്മെന്റുമായി ചേർന്ന് സംസാരിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച അംഗീകൃത സംഘടനകൾ തന്നെ ഇപ്പോൾ ഇതിന്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. ഇങ്ങനെ ഒരു നിയമം, ഒരു കരിനിയമം ലോകത്തിലെ ഒരു സ്ഥാപനങ്ങളിൽ പോലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഇത്തരം നിയമങ്ങളില്ലാതിരിക്കെ മുൻ MD ബിജു പ്രഭാകരനെ കൊണ്ട് ഇത്തരം ഒരു തീരുമാനം എടുക്കുവാൻ പ്രേരിപ്പിച്ചതും ആ തീരുമാനത്തെ ശമ്പള പരിഷ്കരണ കരാറിൽ എഴുതി ഒപ്പിട്ട് അംഗീകരിച്ചു കൊടുത്ത ആ നാണമില്ലായ്മയും ഇത് തൊഴിലാളികൾ തിരിച്ചറിയുന്നില്ല എന്നുള്ള ആത്മവിശ്വാസവും വീണ്ടും വീണ്ടും മാനേജ്മെന്റുമായി ചേർന്നുകൊണ്ട് ഇത്തരം തൊഴിലാളി ദ്രോഹങ്ങൾ നടത്തുവാൻ ഈ അംഗീകൃത സംഘടനകൾക്ക് കരുത്താകുന്നു. അതിന് മുൻപിൽ തന്നെയാണെന്ന് ഡ്രൈവേഴ്സ് യൂണിയൻ, BMS, CI2, INUC തുടങ്ങിയ സംഘടനകൾ ചേർന്ന് ഒരുക്കിയ തൊഴിലാളി വഞ്ചനയുടെ പരിണത ഫലമാണ് ഇത്തരം കരിനിയമം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. Thank you.